കാശുകൂട്ടിന് എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതെന്നല്ലേ? ഒരുപാട് നാളായിട്ട് അവൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഇപ്പം അവൻ്റെ മുന്നിൽ സർപ്രൈസ് ആയിട്ട് വന്ന് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഒരു ഡേർട്ട് ബൈക്ക് ഒരുപാട് നാളായിട്ട് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. മോൻ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് മോന് ഈ ബൈക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോന് ബൈക്കൊക്കെ വാങ്ങിച്ചു തരാം, പക്ഷേ അതിനുള്ള ക്യാഷ് മോൻ തന്നെ സേവ് ചെയ്ത് വെക്കണമെന്ന്. അപ്പോൾ അന്ന് തൊട്ട് ഓരോ രൂപയും കാശിമോൻ സേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ കൊടുക്കുന്ന പോക്കറ്റ് മണിയും അവനെടുത്ത് അവൻ്റെ കുടുക്കയിലിടും. അത് 1 രൂപയാണെങ്കിൽ പോലും അതിങ്ങനെ സേവ് ചെയ്ത് ഇപ്പോൾ 2 വർഷമായിട്ട് അതൊരു നല്ലൊരു എമൗണ്ടായി. ആ എമൗണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ബൈക്ക് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം അതിനവന് അത് ഡബിൾ സന്തോഷമാണ്. അപ്പോൾ അവൻ ഇപ്പം ഈ ഫെബ്രുവരി 21, 2026 അവൻ്റെ 9th ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ ലാസ്റ്റായിട്ട് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ബർത്ത്ഡേക്കെങ്കിലും എനിക്ക് ആ ബൈക്ക് വേണമെന്നാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു ഇല്ല, ബർത്ത്ഡേ ആകുമ്പോഴേക്കും എന്തായാലും അവരത് ഡെലിവറി ചെയ്യില്ല, 25th എങ്കിലും ആവും ബൈക്ക് വരാൻ വേണ്ടിയിട്ടെന്ന്. പക്ഷേ 20th തന്നെ ബൈക്ക് ഡെലിവറായി. അപ്പം അത് അവനൊരു ഭയങ്കര ഹാപ്പി മൊമെൻ്റായി, ഭയങ്കര സർപ്രൈസായി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് നാളായിട്ട് മോൻ ആഗ്രഹിച്ചൊരു കാര്യം അവനത് സർപ്രൈസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക, അതിൽ അവൻ്റെ കോൺട്രിബ്യൂഷനും കൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അവന് സത്യം പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് കിട്ടുന്നൊരു സാധനത്തിന് ഭയങ്കര വാല്യൂ ആയി, അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്.